നമസ്കാരം, മീഡിയ സ്റ്റവറിലേക്ക് സ്വാഗതം. ആദ്യ പ്രധാന വാർത്തകൾ. കുവൈത്തിൽ വിദേശികൾക്കുള്ള വിവിധ സർവീസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക്. താമസ നിയമത്തിൽ കാതലായ പരിഷ്കരണം വേണമെന്ന് മന്ത്രാലയം. സന്ദർശന വിസ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും ശുപാർശ. കുവൈത്തിൽ ദേശീയ വിമോചന ദിനാഘോഷം പ്രമാണിച്ച് 880 തടവുകാരെ മോചിപ്പിക്കാൻ അമീറിന്റെ ഉത്തരവ്. സൈബർ സുരക്ഷയിൽ ഒമാൻ മുന്നിലെന്ന് സൈബർ സെക്യൂരിറ്റി റെഡിനെസ് റിപ്പോർട്ട്. സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ ലോകത്തിൽ ഒമാൻ മൂന്നാമത്. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻസ് യൂണിയന്റെ സെന്റർ ഒമാനിൽ സ്ഥാപിക്കാനും തീരുമാനം. ഇന്ത്യയും UAE-ക്കുമിടയിൽ വാണിജ്യവും നിക്ഷേപവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ബിസിനസ് ലീഡേഴ്സ് ഫോറം രൂപീകരിച്ചു. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖർ ഉൾപ്പെട്ട ഫോറത്തിന്റെ ആദ്യ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ. ദുബായ് ആസ്ഥാനമായ ഫോറം പ്രവർത്തിക്കുക സാമ്പത്തിക മന്ത്രാലയത്തിന്റെയും എംബസിയുടെയും നേതൃത്വത്തിൽ. റിയാദ് അന്താരാഷ്ട്ര പുസ്തകമേള ശ്രദ്ധേയമാകുന്നു. ആദ്യ ദിനം തന്നെ എത്തിയത് ആയിരക്കണക്കിന് ആളുകൾ. പുതിയ പുസ്തകങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വരും ദിവസങ്ങളിലും അവസരം. പുസ്തകമേളയിൽ പങ്കെടുക്കുന്നത് 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസാധകർ. വിശദമായ വാർത്തകളിലേക്ക്. കുവൈത്തിൽ മാർച്ച് 14 തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനം പ്രവാസികളെ സംബന്ധിച്ച് നിർണായകമാണ്. വിദേശികളെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധി നിർദ്ദേശങ്ങളാണ് അടുത്ത ചൊവ്വാഴ്ച നാഷണൽ അസംബ്ലിയിൽ ചർച്ച ചെയ്യാനിരിക്കുന്നത്. വിദേശികൾക്കുള്ള ആരോഗ്യ സേവന നിരക്ക്, വിസ ഫീസ്, ട്രാഫിക് പിഴ എന്നിവയിൽ വൻ വർധനയ്ക്ക് ശുപാർശ ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് ചൊവ്വാഴ്ച ചേരുന്ന നാഷണൽ അസംബ്ലി സമ്മേളനം ചർച്ച ചെയ്യുക. രാജ്യത്തെ റെസിഡൻസി നിയമത്തിൽ കാതലായ പരിഷ്കരണം വേണമെന്ന നിലപാടിലാണ് ആഭ്യന്തര മന്ത്രാലയം. ഇതിന്റെ ഭാഗമായി താമസകാര്യ വകുപ്പ് തയ്യാറാക്കിയ നിയമ ഭേദഗതിയുടെ കരട് ചൊവ്വാഴ്ച പാർലമെന്റ് ചർച്ച ചെയ്യും. രാജ്യത്ത് തൊഴിൽ വിസയിലും ആശ്രിത വിസയിലും താമസിക്കുന്ന വിദേശികളിൽ നിന്ന് ഇഖാമ കാലാവധി കഴിഞ്ഞാൽ പ്രതിദിനം 2 ദിനാർ വീതമാണ് നിലവിൽ പിഴയായി ഈടാക്കുന്നത്. സന്ദർശന വിസയിലുള്ള വിദേശികൾ വിസ കാലാവധിക്ക് ശേഷമുള്ള ഓരോ ദിവസത്തിനും 10 ദിനാർ വീതവും പിഴ ഒടുക്കേണ്ടതുണ്ട്. ഈ പിഴ സംഖ്യകൾ ഇരട്ടിയാക്കണമെന്നാണ് താമസകാര്യ വിഭാഗം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം സ്പോൺസറുടെ അടുക്കൽ നിന്ന് ഒളിച്ചോടുന്ന വിദേശ തൊഴിലാളിക്ക് അഭയമോ ജോലിയോ നൽകുന്നവരിൽ നിന്ന് 1000 ദിനാർ പിഴ ഈടാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ആശ്രിത വിസ നിരക്കുകൾ വർദ്ധിപ്പിക്കണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം. ജീവിത പങ്കാളിക്ക് നിലവിലെ 100 ദിനാർ എന്നത് ഇരട്ടിയാക്കുക, ഓരോ കുട്ടികൾക്കും 150 വീതം ഫീസ് ഈടാക്കുക, സന്ദർശന വിസയ്ക്ക് നിലവിലെ 3 ദിനാർ എന്നത് 30 ദിനാറാക്കി നിരക്ക് വർദ്ധിപ്പിക്കുക എന്നീ നിർദ്ദേശങ്ങളും താമസകാര്യ വകുപ്പിന്റെ ശുപാർശയിലുണ്ട്. വിദേശികൾക്കുള്ള ആരോഗ്യ സേവന നിരക്കുകളിൽ വർധന നടപ്പാക്കാനുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ നീക്കവും പാർലമെന്റിന്റെ അംഗീകാരം കാത്തിരിക്കുകയാണ്. വിദേശികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായതിനാൽ വലിയ എതിർപ്പുകൾ കൂടാതെ തന്നെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടാനാണ് സാധ്യതയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ ദേശീയ വിമോചന ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കാറുള്ള ശിക്ഷയിളവിന് ഇക്കുറി 880 തടവുകാർ തെരഞ്ഞെടുക്കപ്പെട്ടു. ജയിൽ മോചനം, ശിക്ഷാ കാലാവധിയിലും പേയിലുമുള്ള ഇളവ്, നാടുകടത്തിൽ നിന്നുള്ള ഒഴിവാക്കൽ തുടങ്ങി വിവിധ ഇളവുകളാണ് അമേരിക്ക കാരുണ്യത്തിന്റെ ഭാഗമായി തടവുകാർക്ക് ലഭിക്കുക. തടവുകാലത്തെ നല്ല നടപ്പാണ് അമേരിക്ക കാരുണ്യത്തിനായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള പ്രധാന മാനദണ്ഡം. കുറ്റകൃത്യങ്ങളുടെ സ്വഭാവവും പരിഗണിക്കാറുണ്ട്. ഈ വർഷം ഇളവിനായി പരിഗണിക്കപ്പെട്ട 880 തടവുകാരിൽ 10 പേർ സ്ത്രീകളാണ്. അമേരിക്ക കാരുണ്യത്തിനർഹരായ വിദേശി തടവുകാരിൽ അധികപേരെയും ശിക്ഷാ കാലാവധി വെട്ടിക്കുറച്ച് നാട്ടിലേക്ക് കയറ്റിവിടുകയാണ് ചെയ്യുക. നാടുകടത്തൽ നടപടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരും കൂട്ടത്തിലുണ്ട്. മറ്റുള്ളവരുടെ ശിക്ഷാ കാലാവധി പകുതിയായും കാൽഭാഗമായും കുറക്കും. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇളവിനായി പരിഗണിക്കപ്പെട്ട തടവുകാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. രാജ്യസുരക്ഷ, മയക്കുമരുന്ന്, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ കേസുകളിലെ പ്രതികളെ അമേരിക്ക കാരുണ്യത്തിന് പരിഗണിക്കേണ്ടതില്ലെന്ന തീരുമാനമാണ് എണ്ണം കുറയാൻ കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഒരു പ്രാവശ്യം ഇളവ് ലഭിച്ച തടവുകാർ വീണ്ടും പ്രതികളായി വന്നാൽ പിന്നീടൊരിക്കലും ഇളവിന് പരിഗണിക്കേണ്ടതില്ലെന്ന തീരുമാനവും ഈ വർഷം മുതൽ നടപ്പാക്കിയിട്ടുണ്ട്. ജയിൽ വകുപ്പ് ഇളവിനർഹരായ തടവുകാരുടെ പട്ടിക തയ്യാറാക്കി തുടർ നടപടികൾക്കായി ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഖാലിദ് അൽ ജറാഹിന് കൈമാറിയതായാണ് വിവരം. കഴിഞ്ഞ വർഷം 1071 പേർക്ക് വിവിധ തരത്തിൽ ശിക്ഷകളിൽ ഇളവ് നൽകിയിരുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. പാകിസ്ഥാൻ പൗരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിസ നിരോധം കുവൈത്ത് പിൻവലിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ കുവൈത്ത് സന്ദർശനത്തിനിടെയാണ് നിരോധം നീക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയത്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാകിസ്ഥാൻ സ്വദേശികൾക്ക് പ്രവേശന വിസ അനുവദിക്കാൻ കുവൈത്ത് തീരുമാനിച്ചത്. ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈത്തിലെത്തിയ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് കുവൈത്ത് അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ സബാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വിസ പുനരാരംഭിക്കാനുള്ള ധാരണയായത്. ഇതോടെ പാകിസ്ഥാൻ പൗരന്മാർക്ക് തൊഴിൽ വിസയിലും ആശ്രിത വിസയിലും സന്ദർശന വിസയിലും കുവൈത്തിലേക്ക് പ്രവേശനം സാധ്യമാകും. പാകിസ്ഥാൻ ഉൾപ്പെടെ 6 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് 2011 മുതലാണ് കുവൈത്ത് വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരതയും ആഭ്യന്തര സംഘർഷവും കണക്കിലെടുത്തായിരുന്നു നിയന്ത്രണം. നിരോധനം നിലനിൽക്കെ തന്നെ പ്രത്യേക സാഹചര്യങ്ങളിൽ ആഭ്യന്തരമന്ത്രിയുടെ അനുമതിയോടെ പാകിസ്ഥാൻ പൗരന്മാർക്ക് കുടുംബ സന്ദർശന ആശ്രിത വിസകൾ അനുവദിച്ചിരുന്നു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ചൊവ്വാഴ്ചയാണ് കുവൈത്തിലെത്തിയത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി.
ലോകത്തിലെ മികച്ച മൂന്നാമത്തെ സൈബർ സുരക്ഷാ സംവിധാനം ഒമാനിലേതെന്ന് ഇൻഫർമേഷൻ ടെക്നോളജി അതോറിറ്റി. കാര്യക്ഷമമായ സൈബർ സുരക്ഷയെയും സൈബർ ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള കരുത്തിന്റെയും സൂചകമായ സൈബർ സെക്യൂരിറ്റി റെഡിനെസ് സൂചിക പ്രകാരമാണ് ഒമാന് മൂന്നാം സ്ഥാനത്തുള്ളത്. ഒമാൻ കമ്പ്യൂട്ടർ എമർജൻസി റെഡിനെസ് സെന്ററിന്റെ കാര്യക്ഷമമായ പ്രവർത്തനമാണ് ഇതിന് തുണയാകുന്നത്. എല്ലാ വെബ്സൈറ്റുകളും സുരക്ഷിതമാണെന്ന് അവർ ഉറപ്പാക്കുന്നു. ബിസിനസ് സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും വെബ്സൈറ്റുകളെല്ലാം സംരക്ഷിക്കാൻ അവർ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ വെബ്സൈറ്റുകളുടെ സുരക്ഷിതത്വത്തിന് ഇൻഫർമേഷൻ സെക്യൂരിറ്റി അതോറിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ തങ്ങളുടെ റീജിയണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ സ്ഥാപിക്കാൻ ഒമാനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും അതോറിറ്റി പ്രതിനിധി സുമയ്യ അൽ കിന്തി പറഞ്ഞു. ഇൻഫർമേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റിയും ഒമാൻ കമ്പ്യൂട്ടർ എമർജൻസി റെഡിനെസ് സെന്ററും സംയുക്തമായാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം നടത്തുന്നത്. മീഡിയ 1 മസ്കത്ത്. ഇന്ത്യയ്ക്കും UAE-ക്കുമിടയിൽ വാണിജ്യവും നിക്ഷേപവും വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖർ ഉൾപ്പെട്ട ബിസിനസ് ലീഡേഴ്സ് ഫോറത്തിന് രൂപം നൽകി. മലയാളി വ്യവസായി ഡോക്ടർ ആസാദ് മൂപ്പനാണ് ഫോറത്തിന്റെ ആദ്യ ചെയർമാൻ. അബുദാബിയിലെ ഇന്ത്യൻ എംബസി, ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ്, UAE സാമ്പത്തിക മന്ത്രാലയം എന്നിവയുടെ നേതൃത്വത്തിൽ ദുബൈ ആസ്ഥാനമായാണ് ബിസിനസ് ലീഡേഴ്സ് ഫോറം പ്രവർത്തിക്കുക. UAE സ്വദേശികളായ വാണിജ്യ പ്രമുഖരും വ്യവസായികളും ഇതിന്റെ ഭാഗമായിരിക്കും. ഇന്ത്യ ട്രേഡ് ആൻഡ് എക്സിബിഷൻ സെന്ററാണ് ഫോറത്തിന്റെ സെക്രട്ടേറിയറ്റ്. UAE-ലെ ഇന്ത്യൻ അംബാസഡർ അല്ലെങ്കിൽ കോൺസുൽ ജനറൽ, UAE സാമ്പത്തിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി എന്നിവരാണ് രക്ഷാധികാരികൾ. 100 കോടി ദിർഹത്തിന്റെ അഥവാ ഏകദേശം 1800 കോടി ഇന്ത്യൻ രൂപയുടെ നിക്ഷേപ കൺസോർഷ്യം രൂപവൽക്കരിക്കാൻ നേതൃത്വം നൽകുമെന്ന് ഫോറം ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ അറിയിച്ചു. കേരളത്തിന് വലിയൊരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഈ പ്രാവശ്യത്തെ ബജറ്റിലൊക്കെ തന്നെ ദർ ഹാസ് ബീൻ ഒരു മെൻഷൻ ഓഫ് ഈ ഒരു കേരള ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഫണ്ട്, അതിനെപ്പറ്റി കിഫ്ബി, അതിനെ പറ്റിയിട്ട് വളരെ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. വ്യവസായ പ്രമുഖരായ ഡോക്ടർ റാം ബക്സാനി, പരസ് സഹദാപുരി, സുധീർ ഷെട്ടി എന്നിവർ ഫോറത്തിന്റെ ഭാരവാഹികളാണ്. ഐടെക് ഡയറക്ടർ ജനറൽ ശ്രീപ്രിയ കുമാരിയാണ് ഫോറത്തിന്റെയും സെക്രട്ടറി. ഇന്ത്യൻ അംബാസഡർ നവ്ദീപ് സിംഗ് സൂരി, കോൺസുൽ ജനറൽ അനുരാഗ് ഭൂഷൺ, UAE വിദേശ വ്യാപാര അണ്ടർ സെക്രട്ടറി അബ്ദുള്ള അൽ സാലിഹ്, UAE അന്താരാഷ്ട്ര നിക്ഷേപ കൗൺസിൽ സെക്രട്ടറി ജനറൽ ജമാൽ സെയ്ഫ് അൽ ജാർവാൻ എന്നിവർ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. റിയാദ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ ആദ്യ ദിനം തന്നെ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള ഇഴയെടുപ്പം ഊഷ്മളമാക്കുന്നതിൽ രാജ്യാന്തര മേളകൾ വലിയ പങ്ക് വഹിക്കുന്നതായി സൗദി സാംസ്കാരിക വാർത്താവിതരണ മന്ത്രി ഡോക്ടർ ആദിൽ അത്തുറൈഫി മീഡിയ 1-നോട് പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകളാണ് ആദ്യ ദിവസം തന്നെ റിയാദ് പുസ്തകമേളയിലെത്തിയത്. സൗദിയുടെ സ്വപ്ന പദ്ധതി വിഷൻ 2030-ന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചുവടുവെപ്പ് കൂടിയായ മേള രാജ്യത്തെ യുവാക്കളും സ്ത്രീകളും ഏറ്റെടുത്തു കഴിഞ്ഞതായി സാംസ്കാരിക വാർത്താവിതരണ മന്ത്രി ഡോക്ടർ ആദിൽ അൽ തുറൈഫി മീഡിയ 1-നോട് പറഞ്ഞു. പുതിയ പുസ്തകങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വരും ദിവസങ്ങളിലും അവസരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. From readers and from attendees are very high. This year we were successful in implementing a number of digital solutions. We hope that a lot of international organizations would be part of, and that it will help stimulate the business community and also the business opportunities for media in Saudi Arabia and abroad. 30ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസാധകരാണ് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന മേളയിൽ പങ്കെടുക്കുന്നത്. മലേഷ്യയാണ് അതിഥി രാജ്യം. ചിത്രപ്രദർശനം ഉൾപ്പെടെ വിവിധ സാംസ്കാരിക കലാവിരുന്നുകളും മലേഷ്യ ഒരുക്കിയിട്ടുണ്ട്. അക്ഷരപ്രേമികൾക്ക് അറിവിന്റെ വിരുന്നൂട്ടുന്ന പ്രദർശന നഗരിയിൽ ഇതര ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ അറബ് രാജ്യങ്ങളിലെ സാംസ്കാരിക നായകന്മാരുടെ സാന്നിധ്യവും ശ്രദ്ധേയമാണ്. വിഷൻ 2030-ന്റെ പ്രചരണ പവലിയനുകളും മേളയിൽ സജീവം. രാവിലെ 10 മണി മുതൽ രാത്രി 10 വരെയാണ് മേളയിൽ പ്രവേശനം. പുസ്തകമേള ഈ മാസം 18-ന് സമാപിക്കും. KCM അബ്ദുള്ള, മീഡിയ 1 റിയാദ്. ദമാമിൽ നടക്കുന്ന നിർമ്മാണ മേഖലയിലെ സാമഗ്രികളുടെ പ്രദർശനമേളയായ ബിൽഡെക്സ് 2017 ഇന്ന് അവസാനിക്കും. 100ഓളം അന്താരാഷ്ട്ര സ്ഥാപനങ്ങളാണ് മേളയിൽ പങ്കെടുത്തത്. സൗദിയിലെ വിവിധ നഗരങ്ങളിൽ നിന്നായി 100 കണക്കിന് ആളുകൾ മേളയിൽ പങ്കെടുത്തു. വൈകിട്ട് 4 മുതൽ 10 വരെയാണ് മേളയിലേക്കുള്ള പ്രവേശനം. ഗൾഫ് രാജ്യങ്ങളിൽ നിർമ്മാണ മേഖല പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് സൗദി ബിൽഡെക്സ് മേള നടക്കുന്നത്. അതേസമയം നിർമ്മാണ മേഖലയിൽ പുരോഗതിയുണ്ടെന്നാണ് മേളയിൽ പങ്കെടുത്തവരുടെ അഭിപ്രായം. The market overall, as I said, يعني better than the last time, يعني alhamdulillah. Most of the construction company they looking for quality more than the price. സൗദി നടപ്പാക്കുന്ന സർക്കാർ പദ്ധതികൾ നിർമ്മാണ മേഖലയിൽ നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചാണ് 100ഓളം അന്താരാഷ്ട്ര നിർമ്മാണ സാമഗ്രികളുടെ കമ്പനികൾ മേളയിൽ പങ്കെടുക്കുന്നത്. ഗൃഹനിർമ്മാണ ഉപകരണങ്ങൾ, വൻകിട കെട്ടിട നിർമ്മാണ മെഷീനുകൾ, ഫർണിച്ചർ, ഇന്റീരിയർ ഡിസൈൻ,
ലിഫ്റ്റ് എന്നീ മേഖലകളിലെ കമ്പനികളാണ് ബിൽഡെക്സിൽ പങ്കെടുത്തവരിൽ കൂടുതലും. നമ്മൾ ഒരു ഇറ്റാലിയൻ സിക്കോർ എലിവേറ്ററുമായി ചേർന്നുകൊണ്ടിട്ട് ഇവിടെ ഹോം എലിവേറ്ററാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് ലിഫ്റ്റിന് വേണ്ട പിറ്റോ ഷാഫ്റ്റോ മിഷൻ റൂമോ ഒന്നുമില്ലാതെ വെറും 10 മണിക്കൂർ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയും ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് വെറും 3 മണിക്കൂർ കൊണ്ട് മറ്റൊരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ലിഫ്റ്റാണ് ചെയ്തിരിക്കുന്നത്. തായ്വാൻ, അമേരിക്ക, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. ദഹ്റാൻ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന മേളയ്ക്ക് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. മുഹമ്മദ് ഷെരീഫ്, മീഡിയ 1, ദമാം. സ്കൂൾ അവധി ദിവസങ്ങളിൽ സ്കൂളുകളിൽ മറ്റു പരിപാടികൾ നടത്തുന്നത് വിലക്കി റിയാദ് വിദ്യാഭ്യാസ ഓഫീസർ ഉത്തരവിറക്കി. പ്രവൃത്തി ദിവസങ്ങളിലല്ലാതെ പൊതുപരിപാടികൾക്ക് സ്കൂളുകളുടെ സൗകര്യങ്ങൾ അനുവദിക്കരുതെന്ന് സ്വകാര്യ ഇന്റർനാഷണൽ സ്കൂളുകളുടെ ഉടമസ്ഥർ, വിവിധ സമൂഹങ്ങൾ നടത്തുന്ന സ്കൂളുകളുടെ രക്ഷാധികാരികൾ എന്നിവർക്കാണ് നിർദ്ദേശം നൽകിയത്. അവധി ദിവസങ്ങളിൽ സ്കൂളുകളിൽ നടത്തുന്ന വിവിധ സംഗമങ്ങൾ, യോഗങ്ങൾ, സാംസ്കാരിക കലാകായിക പരിപാടികൾ എന്നിവയ്ക്കാണ് വിലക്ക്. GCC ഗതാഗത വാരാചരണം മാർച്ച് 12 മുതൽ ഖത്തറിലെ ദർബൽസയിൽ തുടങ്ങും. വാരാചരണത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം ഒരു വിശ്വാസമാണ് എന്ന പ്രമേയത്തിലൂന്നി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഗൾഫ് നാടുകളിലുടനീളം നടക്കുന്ന ഗതാഗത വാരാചരണത്തിന്റെ ഭാഗമായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ആണ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ബോധവൽക്കരണ സെമിനാറുകൾ, വിനോദ പരിപാടികൾ, പ്രഭാഷണങ്ങൾ, മത്സരങ്ങൾ എന്നിവയാണ് പ്രധാന പരിപാടികൾ. ഒരാഴ്ച നീളുന്ന പരിപാടികൾക്ക് ഞായറാഴ്ച വൈകുന്നേരം 6:30 തുടക്കമാകുമെന്ന് ഗതാഗത വകുപ്പ് ആസ്ഥാനത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ലഫ്റ്റനന്റ് കേണൽ മുഹമ്മദ് റാദി അൽ ഹജിരി അറിയിച്ചു. ഗതാഗത പ്രദർശനങ്ങൾ, കുട്ടികൾക്കായുള്ള വിനോദ പരിപാടികൾ, ഗതാഗത വില്ലേജ്, ക്ലാസിക് വാഹനങ്ങളുടെ പ്രദർശനം, പോലീസ് ഡോഗ് ഷോ എന്നിവയും വാരാചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വരെ രാവിലെ 8 മുതൽ 12 വരെയും വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെയും പരിപാടികൾ അരങ്ങേറും. വൈകുന്നേരങ്ങളിലെ പരിപാടികളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരിക്കും. മീഡിയ 1, ദോഹ. ഇന്ത്യയിലെ പ്രമുഖ എണ്ണ ഉൽപാദന സ്ഥാപനമായ അപ്പർ ഇൻഡസ്ട്രീസ് ഷാർജ ഹംറിയ ഫ്രീ സോണിൽ കൂറ്റൻ പ്ലാന്റ് തുറന്നു. വർഷം 1 ലക്ഷം കിലോലിറ്റർ ഉൽപാദനശേഷിയുള്ള പ്ലാന്റാണ് ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചത്. UAE-യിൽ വർദ്ധിച്ചുവരുന്ന ഇന്ത്യൻ നിക്ഷേപത്തിന്റെ വലിയ തെളിവാണ് ഈ കൂറ്റൻ പ്ലാന്റ്. 30,000 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് നിർമ്മിച്ച ഈ പ്ലാന്റിൽ നിന്ന് ട്രാൻസ്ഫോമർ ഓയിൽ, വൈറ്റ് ഓയിൽ, ഓട്ടോമോട്ടീവ് ഓയിൽ, ഇൻഡസ്ട്രിയൽ ഓയിൽ എന്നിവയാണ് ഉൽപ്പാദിപ്പിക്കുക. പ്ലാന്റിന്റെ ഉദ്ഘാടനം ഹംറിയ ഫ്രീ സോൺ കസ്റ്റംസ് ആൻഡ് സീപോർട്ട് ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖാസിമി നിർവഹിച്ചു. ട്രാൻസ്ഫോമർ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ കമ്പനിയാണ് ഇന്ത്യയിലെ അബാർ. അടുത്ത ഘട്ടത്തിൽ ലൂബ്രിക്കന്റ് ഓയിൽ ഉൽപ്പാദനം കൂടി ഷാർജയിൽ നിന്നാക്കാൻ അബാറിന് പദ്ധതിയുണ്ട്. It's the first of its kind actually in the GCC, and it's a fully automated plant. So right from the jetty through to bringing product into the tanks, the blending operations and filling is all completely automated and controlled by a single system. ഗൾഫ് വിപണികൾക്ക് പുറമെ ആഫ്രിക്കയിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതും ഇനി മുതൽ ഈ പ്ലാന്റിൽ നിന്നായിരിക്കും. അപ്പാർ കമ്പനിയുടെ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ എണ്ണയുൽപാദന പ്ലാന്റ് കൂടിയാണിത്. ഷാർജ ഹംറിയ ഫ്രീ സോണിൽ നിന്നും ക്യാമറ പേഴ്സൺ ഫഹീം മുഹമ്മദ് അലിക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1. ചാരുതയുള്ള മണൽ ശില്പങ്ങൾ നിർമ്മിച്ച ഇന്ത്യൻ കലാകാരനായ സുദർശൻ പട്നായിക് അറബ് സ്വദേശികളുടെ മനം കവർന്നു. ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡിന്റെ ക്ഷണം സ്വീകരിച്ചാണ് 5 ദിവസത്തെ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകാൻ ഈ കലാകാരൻ ബഹ്റൈനിലെത്തിയത്. സ്ഥലം ബഹ്റൈനിലെ സല്ലാക്കിലുള്ള അൽജസൈർ കടൽ തീരം. ഇന്ത്യയിൽ നിന്നെത്തിയ കലാകാരൻ സുദർശൻ പട്നായിക് അറബ് സ്വദേശികൾക്ക് മണൽ ശില്പ നിർമ്മാണത്തിൽ പരിശീലനം നൽകുകയാണിവിടെ. 15ഓളം പേരാണ് ശില്പശാലയിൽ പരിശീലനം നേടാനെത്തിയത്. They have taken very good initiative to learn about the science sculpture so that they can teach in the school to the students. അല്പനേരം കൊണ്ട് സുദർശൻ പട്നായിക്കിന്റെ കരവിരുതിൽ മണൽ ശില്പ നിർമ്മാണം പൂർത്തിയായി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ സുന്ദരമായ ശില്പമൊരുങ്ങിയപ്പോൾ അറബ് സ്വദേശികൾക്ക് കൗതുകം. سيمبوزيوم النحت مع الفنان العالمي سودرشان ما شاء الله واجد استفدنا من خبراته السابقة. സ്പ്രിംഗ് ഓഫ് കൾച്ചർ എന്ന പേരിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായായിരുന്നു മണൽ ശില്പ നിർമ്മാണ പരിശീലനം. ക്യാമറ പേഴ്സൺ സുഫൈൽ മാടായിക്കൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഖത്തർ ടൂറിസം അതോറിറ്റിയുടെ 8ാമത് അന്താരാഷ്ട്ര ഭക്ഷ്യമേളയ്ക്ക് മാർച്ച് 29 തുടക്കമാകുമെന്ന് ഖത്തർ ടൂറിസം അതോറിറ്റി. ഷെറാട്ടൺ ദോഹ പാർക്കിലാണ് മേള നടക്കുക. 11 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ വിവിധ രാജ്യങ്ങളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാനാവും. വിവിധ സാംസ്കാരിക പരിപാടികളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 8-ന് ഭക്ഷ്യമേളയ്ക്ക് സമാപനമാകും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപക ദിനമായ
ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ കാസർഗോഡ് ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്ന പദ്ധതികൾ സംബന്ധിച്ച് ഗൾഫിൽ സെമിനാർ നടത്തുമെന്ന് എമിറേറ്റ്സ് ഹിന്ദുസ്ഥാൻ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യ സെമിനാർ ശനിയാഴ്ച വൈകുന്നേരം 6:30 ദേര പേൾ ക്രീക്ക് ഹോട്ടലിൽ നടക്കും. സെമിനാറിനൊപ്പം നിക്ഷേപ സൗഹൃദ സംഗമവും ഉണ്ടാകും. ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം പാവൂർ, PB അഹമ്മദ്, യൂസുഫ് അൽഫല, MB യൂസുഫ്, MA ഖാലിദ്, സൈഫുള്ള തങ്ങൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റിയാദ് ടാക്കീസ് കലാഭവൻ മണി അനുസ്മരണവും ഗാനാഞ്ജലിയും സംഘടിപ്പിച്ചു. സലാം പെരുമ്പാവൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി CV കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. NRK ജനറൽ കൺവീനർ ബാലചന്ദ്രൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുജീബ് കായംകുളം, ബിജുകുമാർ അടൂർ, ഫൈസൽ കൊണ്ടോട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കലാഭവൻ മണി പാടി അഭിനയിച്ച നാടൻ പാട്ടുകളും സിനിമാ ഗാനങ്ങളും കോർത്തിണക്കിയാണ് നിലയ്ക്കാത്ത മണിനാഥം അണിയിച്ചൊരുക്കിയത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപക ദിനമായ നാളെ ബഹുസ്വരതയിലെ മുസ്ലിം രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സിംബോസിയം സംഘടിപ്പിക്കുന്നു. റിയാദ് KMCC വള്ളിക്കുന്ന് നിയോജക മണ്ഡലം ഭാരവാഹികളാണ് പരിപാടി സംഘടിപ്പിക്കുക. വള്ളിക്കുന്ന് മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി TPM ബഷീർ മുഖ്യാതിഥിയായിരിക്കും. ഹമീദ് വാണിമേൽ വിഷയം അവതരിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് കുന്നുമ്മൽ കോയ, ഫൈസൽ ചേളാരി, സാജിദ് മുസമിൽ തങ്ങൾ, സിറാജ് മേടപ്പിൽ, മൻസൂന കണ്ടംകരി എന്നിവർ പങ്കെടുത്തു. മലയാളി യുവതി അബുദാബിയിൽ വാഹനമിടിച്ച് മരിച്ചു. തൃശൂർ ചാലക്കുടി ആളൂർ സ്വദേശി സ്മൃതി ജെയിംസാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. അബുദാബി ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് മുറിച്ചു കടക്കവെയാണ് അപകടം. റെന്റേ കാർ കമ്പനിയിലെ HR മാനേജറായിരുന്നു. മുസഫയിൽ ജോലി ചെയ്യുന്ന ജെയിംസിന്റെയും LLH ആശുപത്രിയിലെ നഴ്സ് ശൈലിയുടെയും മകളാണ് സ്മൃതി. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോയി. ഒമാനിൽ വിസിറ്റിംഗ് വിസയിലെത്തിയ കണ്ണൂർ സ്വദേശി ഹൃദയാഘാതം മൂലം മരിച്ചു. പാനൂർ കുളങ്ങരപ്പറമ്പിൽ അബ്ദുള്ളയാണ് ഇന്ന് രാവിലെ സൂർ ആശുപത്രിയിൽ മരണപ്പെട്ടത്. പ്രമുഖ ഹോട്ടൽ വ്യവസായിയും പാനൂർ മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവിലയും വിനിമയ നിരക്കും. മീഡിയ 1 14ാം രാവ് സീസൺ 5 ഗ്രാൻഡ് ഫിനാലെ നാളെ ഖത്തറിൽ നടക്കും. ഏഷ്യൻ ടൗൺ ആംഫി തിയേറ്ററിൽ വൈകിട്ട് 7 മണിക്കാണ് പരിപാടി. മത്സരത്തിന്റെ റിഹേഴ്സൽ ദോഹയിൽ നടന്നു. മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സരത്തിനായിരിക്കും നാളെ ദോഹ സാക്ഷ്യം വഹിക്കുക. മീഡിയ 1 14ാം രാവ് റിയാലിറ്റി ഷോയിലെ 5 സീസണുകളിലെയും മികച്ച ഗായകരിൽ നിന്ന് മത്സരിച്ചെത്തിയ ഷംഷാദ്, തീർത്ത, നർമ്മദ, അജ്മൽ, നികേഷ് എന്നിവരാണ് ഗ്രാൻഡ് ഫിനാലെയിൽ മാറ്റുരയ്ക്കുന്നത്. മത്സരത്തിന്റെ റിഹേഴ്സൽ ഇന്ന് ദോഹയിൽ നടന്നു. മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോകളുടെ ചരിത്രത്തിലെ റെക്കോർഡ് ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിയാവും നാളെ ഗ്രാൻഡ് ഫിനാലെ അരങ്ങേറുക. പക്ഷേ എനിക്ക് വേണം മാപ്പിളപ്പാട്ടിൻ്റെ റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ഒരു ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത്രയും വലിയൊരു വെന്യൂവും ഇത്രയും വലിയൊരു സന്നാഹങ്ങളും ഇത്രയും അധികം ആർട്ടിസ്റ്റുകളും പങ്കെടുക്കുന്ന ഒരു ഷോ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെ 1000-ൽ പരം എപ്പിസോഡ് മാപ്പിളപ്പാട്ട് ചെയ്തതാണ്. ഇത്രയും ടഫായിട്ടുള്ള, ഇത്രയും സീരിയസ് ആയിട്ടുള്ള, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഏഷ്യൻ ടൗൺ ആംഫി തിയേറ്ററിൽ മത്സരത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വാശിയേറിയ പോരാട്ടത്തിന് അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളോടെ ഒരുക്കിയ കൂറ്റൻ സ്റ്റേജാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു വലിയൊരു ജനക്കൂട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദോഹയിൽ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഞാനും ഇത്രയും വലിയൊരു ജനക്കൂട്ടം, ഒരു ജനങ്ങളെ ഫേസ് ചെയ്യുന്നത്. അത് എനിക്ക് നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ റീച്ച് തെളിയിക്കുന്നതാണ്. 14ാം രാവിന്റെ റീച്ച് തെളിയിക്കുന്നതായിരിക്കും. വിധികർത്താക്കളായ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ, ഗായിക രഹന, ഫൈസൽ എളേറ്റിൽ എന്നിവർക്ക് പുറമെ ഗസൽ ഗായിക അനിത ഷേഖും ഇശൽ ഗായകൻ ആദിലത്തുവും 14ാം രാവിന്റെ വേദിയെ ഇളക്കിമറിക്കാനായി ദോഹയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഫൈനൽ റിഹേഴ്സൽ ഇവിടെ നടക്കുകയാണ്. തകർത്ത് നടക്കുകയാണ്. നാളെ വളരെ നല്ലൊരു പ്രകടനവുമായി നമ്മളെല്ലാവരും ഉണ്ടാവും. നിങ്ങളും ഉണ്ടാകണം. ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെ ഗ്രാൻഡ് ഫിനാലെ വേദിയിലെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ വിലയിരുത്തുകയാണ് സംഘാടകർ. മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സരത്തിനായിരിക്കും നാളെ ഖത്തറിലെ ഏഷ്യൻ ടൗണിലെ ഈ കൂറ്റൻ സ്റ്റേജ് സാക്ഷ്യം വഹിക്കുക. ദോഹയിൽ നിന്ന് മുജീബ് റഹ്മാൻ, മീഡിയ 1. മിഡ് ഡിസ്റ്റവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.